പറഞ്ഞ പെന്തിക്കോസുകാർ ഇപ്പൊ തുടങ്ങി ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ സപ്തതി, ഷഷ്ടി, അമ്മച്ചിക്ക് ഷഷ്ടി, അപ്പച്ചന് സപ്തതി. അതൊക്കെ തെറ്റാതെ പറയുകയും ചെയ്യണം. 60-70 എടാ, ഇത് ജാതികളുടെ ആചാരമാ. നീ പെന്തിക്കോസാണെങ്കിൽ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം. 60-70 നീ IPC ആണെങ്കിലും ചർച്ചക്കോടാണെങ്കിലും ഏത് കുന്തമാണെങ്കിലും വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം. ആമേ. ഇത് ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി എന്നും വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഇതൊക്കെ വേറെ ശക്തികളാ. നീ സപ്തതിയും ഷഷ്ടി ആകുമ്പോ വ്യാജം നിന്നെ ചപ്പുക. ഇനി എന്നാ ചപ്പാനാ? പണ്ടേ കാശും പുത്തനും ഇല്ലായിരുന്നു, ഗതികേടായിരുന്നു, പരിവക്കേടാ. ഇപ്പൊ പിള്ളേർ അമേരിക്കയിലും അവിടെയൊക്കെ പോകട്ടെ, അതിന് എതിരല്ല. ഇപ്പൊ കാശ് കിട്ടിയപ്പോൾ ഇവന് ഇളക്കാൻ തോന്നി. കാശ് വെക്കുക, വേറെ പരിപാടി ഒന്നുമില്ല. അപ്പനെ അമ്മയും പിടിച്ച് നടുക്കിരുത്തി 2 കസാര ഇരുത്തി അവൻ പിന്നെ കേക്കും എല്ലാം മുറിച്ച് സപ്തതി ഷഷ്ടി. തള്ളയുടെ വായിക്കാത്തൊരു കഷണം, തന്തയുടെ വായിക്കാത്ത മേപ്പറായില് എന്നെ വിളിച്ചു. അറിഞ്ഞില്ല ഇതിങ്ങനത്തതാണ്, പ്രസംഗത്തിന് വിളിച്ചതാ. ചെന്നപ്പോ പരിവക്കേടാ. കേക്ക് മുറിച്ച് വെച്ച് തള്ളക്കേണ്ട ഈ വിറയലിന് അധികം ഉള്ളതാ. എടുത്ത് അങ്ങോട്ട് വെച്ച് പേടെ മൂക്കിനകത്ത് കയറി കേക്ക്.